കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു പുതിയ ദിവസത്തിൻ്റെ പുലർകാലം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രികാലം നാം സുഖകരമായിട്ട് ഉറങ്ങി ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് നമുക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്ന് ദൈവവചനം കേൾക്കുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വീണുകിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 91 എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 92ാമത്തെ എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ദിവസവും അപ്പം നുറുക്കലും എന്നുള്ളതാണ്. വിശുദ്ധ ദിവസവും അപ്പം നുറുക്കലും. ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായം 7-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. വിശുദ്ധ വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് മനുഷ്യൻ തിരുവചനത്തിലെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിൻ്റെ കാരണം ഭൂരിപക്ഷവും ഇന്ന് ദൈവവചനം ശരിക്കും വായിക്കുകയോ ഗ്രഹിക്കുകയോ അതിനനുസരിച്ച് ജീവിക്കുകയോ ചെയ്യാത്തതാണ്. ഇനി ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്നവർ തന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ മടിയുള്ളവരാണ്. ദൈവമാണ് സകലത്തിൻ്റെ സൃഷ്ടിതാവെന്നും ദൈവമാണ് ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ചതെന്നും ആ ദൈവവുമായിട്ട് നാം നല്ല ബന്ധത്തിൽ കഴിയണമെന്നും ആഗ്രഹിച്ച ദൈവം സൃഷ്ടിതാവായ ദൈവത്തെ സൃഷ്ടിയായ മനുഷ്യൻ അറിയുന്നതിനും ഓർക്കുന്നതിനും ആരാധിക്കുന്നതിനുമായി ഒരു വിശുദ്ധ ദിവസത്തെ നൽകി. അതാണ് വിശുദ്ധ ശബത ദിവസം. എന്നാൽ ഏദൻ തോട്ടം മുതൽ മനുഷ്യനെ തെറ്റിക്കുന്ന പിശാച് മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി സത്യ ആരാധനയ്ക്ക് പകരം വ്യാജ ആരാധനകൾ നിലവിൽ വന്നു. കോടിക്കണക്കിന് ക്രൈസ്തവർ എന്ന് അഭിമാനിക്കുന്നവർ ഇന്ന് കർത്താവിലോ കർത്താവിൻ്റെ വചനത്തിലോ വിശ്വസിക്കുന്നില്ല എന്നവരുടെ പ്രവർത്തനങ്ങൾ തന്നെ തെളിയിക്കുകയാണ്. ഞാൻ പറഞ്ഞ ആ വാചകം ശ്രദ്ധിച്ചോ? കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവർ തന്നെ കർത്താവിലും വിശ്വസിക്കുന്നില്ല, കർത്താവിൻ്റെ വചനത്തിലും വിശ്വസിക്കുന്നില്ല. എങ്ങനെ അറിയാം? അവരുടെ പ്രവൃത്തികളിലൂടെ അറിയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1890 നടന്ന ഒരു സംഭവം ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഇടയിലുള്ള ഒരത്ഭുത പ്രതിഭാസമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. നിങ്ങൾ പലരും കേട്ട് കാണും. അമേരിക്കയുടെയും കാനഡയും ഇടയിലുള്ള അത്ഭുതകരമായൊരു വെള്ളച്ചാട്ടം. 52 മീറ്റർ ഉയരമുള്ള ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ കയർ കെട്ടി അതിന് കുറുകെ നടക്കുവാൻ ഒരാൾ തീരുമാനിച്ചു. ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ കയർ കെട്ടി ആ കയറിലൂടെ നടക്കാൻ ഒരാൾ തീരുമാനിച്ചു. ധാരാളം ആളുകൾ ഇത് കാണുവാനായിട്ട് ഓടിക്കൂടി. ആളുകൾ അത്ഭുതപ്പെട്ടു, ഈ മനുഷ്യനത് സാധിക്കുമോ? ആളുകളെല്ലാം നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ്. അദ്ദേഹം കയറിൽ കയറി നടക്കാൻ ആരംഭിച്ചു. ചില ആളുകൾ സംഭവിക്കാൻ പോകുന്ന ദുരന്തം കാണുവാൻ പ്രാപ്തിയില്ലാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നാൽ ആ മനുഷ്യൻ ബാലൻസ് ചെയ്ത് സാവധാനം നടന്ന് അക്കരെ എത്തി. അപ്പോൾ ആളുകളെല്ലാം ആർത്തു വിളിച്ചു, സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേരവർ വിളിച്ചു, ബ്ലോണ്ടിൻ, ബ്ലോണ്ടിൻ, ബ്ലോണ്ടിൻ. നിന്റെ കഴിവിൽ, നിന്റെ ധീരതയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കയറിന് മുകളിലൂടെ വീണ്ടും മറുകരയ്ക്ക് പോകാനായിട്ട് പോവുകയാണ്. എന്നാൽ എൻ്റെ തോളിലുള്ള ഒരാളെ കൂടെ ചുമന്നുകൊണ്ടായിരിക്കും ഞാൻ അക്കരയ്ക്ക് പോവുക. എനിക്കതിന് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിനക്കതിന് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നിനക്കതിന് സാധിക്കും. അപ്പോൾ വീണ്ടും അദ്ദേഹം പറയുകയാണ്,
അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പുറത്ത് കയറി അക്കരയ്ക്ക് വരാൻ ആരാണ് തയ്യാറായിട്ടുള്ളത്? പെട്ടെന്ന് ജനക്കൂട്ടം നിശബ്ദരായി. ആരും അതിന് തയ്യാറായില്ല. ആരും തയ്യാറാകാതിരുന്നപ്പോൾ ബ്ലോണ്ടിൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ തോളിൽ കയറിയിരുന്നു. ഈ മനുഷ്യനെയും വഹിച്ചുകൊണ്ട് അദ്ദേഹം നടന്ന് അക്കരയെത്തി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, 10,000-കണക്കിന് ആളുകളാണ് വിളിച്ചു പറഞ്ഞത്, ബ്ലോണ്ടിൻ, നിന്റെ കഴിവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചുമലിൽ കയറി അക്കരയ്ക്ക് പോകാൻ ആരും തയ്യാറായിരുന്നില്ല. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോടിക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്. മുടങ്ങാതെ പള്ളിയിൽ പോകുന്നവർ, മുടങ്ങാതെ വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നവർ, കൂട്ടായ്മകൾ മുടക്കാത്തവർ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ. എന്നാൽ യേശു പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുവാൻ മടിയുള്ളവരാണ് ഭൂരിപക്ഷവും. പള്ളിയിൽ പോകുന്നുണ്ട്, വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, കൂട്ടായ്മയെ സംബന്ധിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ദൈവം എന്തു പറയുന്നുവോ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവൻ തരളിച്ചെന്നിരിക്കുന്നു, അത് ചെയ്യുവാൻ മടിയുള്ളവരാണ് ഭൂരിപക്ഷവും. ഭൂരിപക്ഷത്തിൻ്റെ തെറ്റിനൊപ്പം അനേകർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മനുഷ്യൻ ഏറ്റവും വലിയ തെറ്റിൽ വീണിരിക്കുന്ന ഒന്നാണ് വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ചുള്ള തെറ്റ്. വിശുദ്ധ ദിവസം ഞായറാഴ്ചയാണെന്ന് ഇന്ന് വലിയ ഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്നു. അതങ്ങനെയാണെന്ന് വരുത്തി തീർക്കുവാൻ പെടാപ്പാടുപെടുന്നവർ തങ്ങൾക്ക് പിടിവള്ളിയായി എടുത്തിരിക്കുന്നൊരു വാക്യമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായം 7-ാമത്തെ വാക്യം. കാരണം വിശുദ്ധ ദിവസം ഞായറാഴ്ചയാണെന്നൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. എന്നാൽ അത് സ്ഥാപിക്കാൻ പെടാപ്പാടുപെടുന്ന ആളുകൾ അവർക്ക് പിടിവള്ളിയായി എടുത്തിരിക്കുന്ന ഒരു വാക്യമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 20-7. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. അപ്പം ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പം നുറുക്കൽ തിരുവത്താഴ ശുശ്രൂഷയായിരുന്നു എന്നും അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ നടന്നതാകയാൽ നാം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാകുന്ന ഞായറാഴ്ചയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നും ഒരു ബഹുഭൂരിപക്ഷം ആളുകളും കരുതുന്നു. എന്നാൽ നാം ഇത്തരം വാദഗതികളിൽ, തെറ്റായ വാദഗതികളിൽ വീണു പോകാനായിട്ട് ഇടയായിത്തീരരുത്. കാരണം എന്താണ്? കർത്താവ് ആധികാരികമായിട്ട് ആരാധനയെപ്പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം. എല്ലാ കാലത്തേക്കുമുള്ള ദൈവജനത്തിന് ദൈവം ആരാധനയ്ക്കായി ഒരു ദിവസത്തെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ആധികാരികത ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം തന്നെ തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ടാണ് ആ പ്രമാണം എഴുതി തന്നത്. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ദൈവം പറയുമോ, അന്ന് എഴുതി എനിക്ക് തെറ്റിപ്പോയി, ഇനി മുതൽ ഇങ്ങനെ അനുസരിച്ചാൽ മതിയെന്ന്? ഒരിക്കലുമല്ല. സങ്കീർത്തനങ്ങൾ 89:34 ദൈവം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനങ്ങൾ 89:34, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധി കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുവാൻ ദൈവം കേവലം മനുഷ്യനല്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പം മനുഷ്യൻ്റെ ചിന്താഗതികൾക്കനുസരിച്ച് ദൈവകൽപ്പനകളെ മാറ്റുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന് വിരുദ്ധമായി ദൈവം മറ്റൊന്നും നൽകത്തില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പം നുറുക്കൽ തിരുവത്താഴ ശുശ്രൂഷയായിരുന്നോ ആണല്ലോ നമ്മുടെ സംശയം. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനും തിരുവത്താഴ ശുശ്രൂഷയ്ക്കും അപ്പം നുറുക്കുക എന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അപ്പം നുറുക്കലും തിരുവത്താഴ ശുശ്രൂഷയല്ല. അപ്പോൾ അപ്പം നുറുക്കി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തിരുവത്താഴ ശുശ്രൂഷയാണെന്നും അത് 1-ാം ദിവസം നടന്നതാകിയാൽ 1-ാം ദിവസം ആരാധിക്കണമെന്നും വചനം പറയുന്നില്ല. അത് മനുഷ്യൻ്റെ സങ്കല്പമാണ്. അപ്പം തിരുവചനം പഠിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനും തിരുവത്താഴ ശുശ്രൂഷയ്ക്കും അപ്പം നുറുക്കുക എന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചില വേദഭാഗങ്ങൾ പരിശോധിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 46-47 വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 46-47 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ആ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി, ദിനം പ്രതി
ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഹൃദയപരമാർത്ഥതയും സന്തോഷവും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സർവ്വജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വാക്യത്തിൽ അവർ അപ്പം നുറുക്കി വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അപ്പം നുറുക്കി എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അതെന്തല്ല? തിരുവത്താഴ ശുശ്രൂഷയല്ല. അപ്പോൾ വീട്ടിൽ വെച്ച് അപ്പം നുറുക്കി ഭക്ഷണം കഴിച്ചു. അപ്പോൾ അപ്പം നുറുക്കി എന്ന് പറഞ്ഞുകൊണ്ട് അത് വീട്ടിൽ വെച്ച് തിരുവത്താഴ ശുശ്രൂഷ നടത്തിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അപ്പം നുറുക്കി എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അത് തിരുവത്താഴ ശുശ്രൂഷയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 19-ാമത്തെ വാക്യം, മത്തായി 14:19. അവിടെ എന്താ വായിക്കുന്നത്? പിന്നെ പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ഇവിടുത്തെ സംഭവം നമുക്കറിയാം. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് എന്താ ചെയ്തത്? ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി, എന്നിട്ട് പറയാണ് അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. അപ്പോൾ അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? അപ്പം നുറുക്കി. അപ്പോൾ തിരുവത്താഴ ശുശ്രൂഷയാണോ അത്? ഒരിക്കലുമല്ല. അപ്പോൾ അപ്പം നുറുക്കി എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അത് തിരുവത്താഴ ശുശ്രൂഷയല്ല. വീണ്ടും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 27, 35, 36 വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 27, 35, 36 വാക്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. വാക്യം വളരെ കേൾക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇവിടെ പൗലോസും കൂടെയുള്ളവരും കടൽക്ഷോഭത്തിലകപ്പെട്ടപ്പോൾ 14-ാം ദിവസം സംഭവിച്ച കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് എന്ത് ചെയ്തു? അപ്പമെടുത്ത് ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി. അപ്പം അപ്പം നുറുക്കിയത് കൊണ്ട് അത് തിരുവത്താഴ ശുശ്രൂഷമാണ് ആണോ? അല്ല. അവർ അപ്പം നുറുക്കി ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനും അപ്പം നുറുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പം നുറുക്കൽ തിരുവത്താഴ ശുശ്രൂഷയായ സംഭവം വേദപുസ്തകത്തിലുണ്ട്. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 25 വരെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ഇവിടെ എന്താ ചെയ്തത്? അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർ കൊടുത്ത് പറയാണ്, ഇത് എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്പം നുറുക്കൽ തിരുവത്താഴ ശുശ്രൂഷയാണ്, ഒരു തർക്കവുമില്ല. എന്നാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20:7 പറഞ്ഞിരിക്കുന്ന അപ്പം നുറുക്കൽ തിരുവത്താഴ ശുശ്രൂഷയായിരുന്നോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായം 7 മുതൽ 11 വരെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിരവരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്നൊരു യൗവനക്കാരൻ കിളിവാതിൽക്കലിരുന്ന് ഗാഠനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കിയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറിച്ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അപ്പോൾ ഈ തിരുവചന ഭാഗം ശ്രദ്ധിച്ച് പഠിക്കേണ്ട തിരുവചന ഭാഗമാണ്. ഇത് തിരുവത്താഴ ശുശ്രൂഷയാണോ അല്ലയോ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ വേദഭാഗത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കൂടിവരവ് എപ്പോഴാണ് സംഭവിച്ചത്? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം രാത്രിയിൽ. അപ്പോൾ രാത്രിയിലായി സംഭവിച്ചത്. അപ്പോഴേക്കും ഞായറാഴ്ച കഴിഞ്ഞിരുന്നു. എന്താ കാരണം? രാത്രിയാകുമ്പോൾ തിരുവചനപ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്ന എപ്പോഴാണ്? സൂര്യാസ്തമയത്തോടു കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച കഴിഞ്ഞ് ഉള്ള രാത്രിയാണ്, അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രിയാണ്.
ഒന്നാം ദിവസം കഴിഞ്ഞു പോയി, രാത്രിയിലാണ് കൂടി വന്നത്. അപ്പം രാത്രി യോഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തന്നെയുമല്ല, എന്തായിരുന്നു ഈ കൂടിവരവിൻ്റെ ഉദ്ദേശം? നമ്മളവിടെ തിരുവചനം പഠിക്കുമ്പോൾ 20:7 വായിക്കുന്നത്, പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൗലോസിനുള്ളൊരു യാത്രയപ്പ് യോഗമായിരുന്നു. അപ്പം രാത്രിയിൽ ആരാധനയ്ക്ക് കൂടാറില്ല, രാത്രിയിൽ ഒരിക്കലും ആരാധനയ്ക്ക് കൂടാറില്ലല്ലോ. അപ്പോൾ രാത്രിയിൽ ഒരു യാത്രയപ്പ് യോഗം, പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട്. അപ്പോൾ ഇവിടെ നടന്നൊരു തിരുവത്താഴ ശുശ്രൂഷയായിരുന്നെങ്കിൽ പൗലോസ് എന്ത് ചെയ്യണമായിരുന്നു? അപ്പം നുറുക്കി വിശ്വാസികൾക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ യേശു ചെയ്ത തിരുവത്താഴ ശുശ്രൂഷയിൽ എന്താ ചെയ്തത്? അപ്പം നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു. എന്നാൽ ഇവിടെ പൗലോസ് അപ്പം നുറുക്കി ആർക്കും കൊടുക്കുന്നതായിട്ടിവിടെ പറയുന്നില്ല. എന്നാൽ പൗലോസ് എന്താ ചെയ്തത്? വാക്യം 11 വായിക്കുന്നത്, പൗലോസ് പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്നു, പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അപ്പം പൗലോസ് അപ്പം നുറുക്കി തന്നെത്താൻ തിന്നു, അല്ലാതെ വിശ്വാസികൾ കൊടുത്തില്ല. തിരുവത്താഴ ശുശ്രൂഷയാണെങ്കിൽ അപ്പം നുറുക്കി മറ്റുള്ളവർ കൊടുക്കണമായിരുന്നു. ഇനി ഈ യോഗത്തിൽ തിരുവത്താഴ ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപ്പത്തോടൊപ്പം എന്ത് കാണണമായിരുന്നു? വീഞ്ഞ് കാണണമായിരുന്നു. അവിടെ വീഞ്ഞിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അപ്പം നുറുക്കി തിന്നതിനെ കുറിച്ചേ പറയുന്നുള്ളൂ. എന്നാൽ ഇവിടെ വീഞ്ഞിൻ്റെ കാര്യമേ പറഞ്ഞിട്ടില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെ വിവരിക്കുന്ന തിരുവത്താഴ ശുശ്രൂഷയിലും കർത്താവ് നടത്തിയ തിരുവത്താഴ ശുശ്രൂഷയിൽ അപ്പവും വീഞ്ഞും ഉണ്ടായിരുന്നു. അവിടെ രണ്ടിടത്ത് വീഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം അപ്പം നുറുക്കി ശിഷ്യന്മാർ കൊടുക്കുന്നു, പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പവും വീഞ്ഞുമുണ്ട്. എന്നാൽ 20:7 പറഞ്ഞിരിക്കുന്ന അപ്പം നുറുക്കലിൽ അവിടെ വീഞ്ഞിനെ കുറിച്ച് പറയുന്നില്ല. പൗലോസ് അപ്പം നുറുക്കി തിന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നുറുക്കി മറ്റുള്ളവർ കൊടുക്കുകയല്ല, തിന്നു. തിരുവത്താഴ ശുശ്രൂഷയിൽ മറ്റുള്ളവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കർത്താവ് നടത്തിയ തിരുവത്താഴ ശുശ്രൂഷയിൽ അപ്പം നുറുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? നാം വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 22:9, പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാഴ്ത്തി നുറുക്കി. എന്നാൽ ഇവിടെ അപ്പം വാഴ്ത്തിയതായിട്ട് പറയുന്നുണ്ടോ 20:7? ഇല്ല. അവിടെ പൗലോസ് അപ്പം നുറുക്കി തിന്നേ പറഞ്ഞുള്ളൂ. അവിടെ അപ്പം വാഴ്ത്തിയില്ല, അപ്പം വിശ്വാസികൾക്ക് പങ്കിട്ട് കൊടുക്കുന്നില്ല, അവിടെ വീഞ്ഞിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇപ്രകാരം തിരുവത്താഴത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാത്ത ഈ യോഗത്തിലെ അപ്പം നുറുക്കലിനെ മുൻനിർത്തിയാണ് ഇന്ന് പലരും ഞായറാഴ്ച ആചാരം സ്ഥാപിക്കുവാൻ പെടാപ്പാടുപെടുന്നത്. എന്നാൽ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ പരമാർത്ഥം, അപ്പം നുറുക്കിയാൽ ഒരു ദിവസം എന്താകത്തില്ല? വിശുദ്ധമാകത്തില്ല. അപ്പം നുറുക്കിയാൽ ഒരു ദിവസം വിശുദ്ധമാകുമോ? ഒരിക്കലും വിശുദ്ധമാകത്തില്ല. അപ്പോൾ അപ്പം നുറുക്കിയെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ കർത്താവ് തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി തന്ന വിശുദ്ധ ദിവസത്തിന് പകരമാകുമോ ആ ദിവസം? ഒരിക്കലുമില്ല. അപ്പോൾ അപ്പം നുറുക്കിയത് കൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ ഞായറാഴ്ച വിശുദ്ധമായി എന്നുള്ളത് മനുഷ്യൻ്റെ സങ്കല്പം മാത്രമാണ്. ദൈവവചനത്തിൽ അതിന് യാതൊരു തെളിവും ഇല്ല. അപ്പോൾ നമ്മൾ ആ തിരുവചന ഭാഗം പഠിക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിരവരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ പാർത്ത വീട്ടിൽ ധാരാളം വിളക്കുണ്ടായിരുന്നു, മാളികയിൽ വിളക്കുണ്ടായിരുന്നു. യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ അവിടെ കിളിവാതിൽക്കലിരുന്ന് കാടനെതിരെ പിടിച്ച് താഴെ വീഴുന്നു. അവനെ പൗലോസ് ഇറങ്ങിച്ചെന്നവൻ്റെ മേൽ വീണ് തഴുകി അവനെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. പിന്നീട് കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് യാത്ര പുറപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ വാക്യത്തെ മുൻനിർത്തി നമുക്ക് ഞായറാഴ്ചയാണ് വിശുദ്ധ ദിവസം എന്ന് സ്ഥാപിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ സാധാരണ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അത് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം അവർ അപ്പം നുറുക്കാൻ കൂടുക, തിരുവത്താഴം ആചരിച്ചു. ഇതൊക്കെ തിരുവചനം ശരിക്കും മനസ്സിലാക്കാത്തതും പഠിക്കാത്തത് കൊണ്ടും വരുന്ന അബദ്ധങ്ങളാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം വിശുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരൊറ്റ ദിവസമേ ഉള്ളൂ. 6 ദിവസം കൊണ്ട് ഈ സകല ഭൂചര ജന്തുക്കളെയും അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ച ദൈവം ആഴ്ചവട്ടത്തിന് ഒരു ദിവസത്തേക്കൂടെ ഉണ്ടാക്കി. അതാണ് ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസം. ആ ദിവസത്തെ മാത്രമാണ് ദൈവം അനുഗ്രഹിച്ചതും ശുദ്ധീകരിച്ചതും ആരാധനയ്ക്കായിട്ട് വേർതിരിച്ച് നൽകിയത്. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരൊറ്റ ദിവസമേ ഉള്ളൂ ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസം. ഇതിന് വിരുദ്ധമായി
മനുഷ്യൻ സ്ഥാപിച്ചിരിക്കുന്ന ദിവസത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നാം ദൈവകൽപ്പനകളെ അനുസരിക്കാതെ ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാച് വെച്ച് നീട്ടിയിരിക്കുന്ന തെറ്റായ ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. പലപ്പോഴും സത്യം തിരിച്ചറിഞ്ഞിട്ടും നാം അസത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് കടുമയേറിയ ശിക്ഷാവിധി വരുന്നുണ്ടോ എന്നുള്ള കാര്യം തിരിച്ചറിയണം. ആ ലോകത്തിലെല്ലാവരും അങ്ങനെയാ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെയാ പോകുന്നത്. പ്രിയമുള്ളവരെ, നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴിവിശാലവുമാകുന്നു, അതിൽ കൂടുതൽ കടക്കുന്നവർ അനേകരാകുന്നു. എന്നാൽ ജീവങ്കലേക്കുള്ള വഴി വീതി കുറഞ്ഞതും ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. അതുകൊണ്ടാണ് സത്യത്തിൻ്റെ ഭാഗത്ത് ആൾ ചുരുക്കം. നാം ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണോ, തിരുവചനത്തിന് വിരുദ്ധമായ ലോകത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവരാണോ? ചിന്തിക്കുക. ശരിക്കുള്ള വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്, അതോ മനുഷ്യൻ സ്ഥാപിച്ചിരിക്കുന്ന ദിവസത്തിൽ? അത് വിശുദ്ധമാണെന്ന് നമ്മളെ മാനുഷികമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, ശിക്ഷാവിധി ദിവസത്തിൽ, ന്യായവിധി ദിവസത്തിൽ നാം ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വിശുദ്ധ വേദപുസ്തകം നമുക്ക് തന്നിരിക്കുന്നത് ഇത് അടച്ചുപൂട്ടി വെച്ചേക്കാനല്ല, അത് വായിച്ച് ഗ്രഹിച്ച് അതിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നല്ല തീരുമാനങ്ങളെ എടുക്കാം. നാം നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. എന്നാൽ ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അപ്പം നുറുക്കിയത് കൊണ്ട് ഒരു ദിവസം വിശുദ്ധമാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നില്ല എന്നടിയങ്ങളെ ഗ്രഹിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന് പകരം മനുഷ്യന് മറ്റൊന്ന് സ്ഥാപിക്കുവാൻ സാധ്യമല്ല എന്ന അടിയങ്ങളെ ഗ്രഹിപ്പിച്ചതിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഒരിക്കൽ തന്ന പ്രമാണത്തിന് ഒരിക്കലും മാറ്റം വരുത്തുന്ന ദൈവമല്ല എന്ന് അവിടുന്ന് അടിയങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ, മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ, മാറ്റമില്ലാത്ത സാക്ഷികളായിട്ട് നിലനിൽക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ല തീരുമാനം, നല്ല പ്രതിഷ്ഠ പ്രിയമക്കളുടെ ജീവിതത്തിലുണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേകരുടെ ഹൃദയങ്ങളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. രോഗത്തിലും ഭാരത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും ഞെരുക്കങ്ങളിലും നെടുവീർപ്പുകളിലും ആകുലതകളിലും മാനസിക സംഘർഷങ്ങളിലും ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തേക്ക് പരിഹരിപ്പാൻ കഴിയാത്ത ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിലില്ല. അവിടുന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരകനായിരിക്കാൻ സ്തോത്രം. പ്രിയമക്കളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനം ശരിക്ക് പഠിച്ച് ഗ്രഹിച്ച് തിരുവചനത്തിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും
അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.